എൻ്റെ പേര് റോസ്ലി. ഞാനൊരു വീട്ടമ്മയാണ്. എൻ്റെ വീട് കുട്ടനാട്ടിലാണ്. ഞാനിന്നൊരു കുട്ടനാടൻ സ്റ്റൈലിലുള്ള ഒരു ഞണ്ട് കറിയാണ് വെക്കാൻ പോകുന്നത്. ആ ഞണ്ട് കറിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അതിന് ഞണ്ടെല്ലാം ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള സാധനങ്ങളാണ്: ഒരു 2 മീഡിയം ടൈപ്പ് സബോള അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി, 2 ടീസ്പൂൺ ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്, പിന്നെ നമ്മുടെ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടിയൊക്കെ നല്ലതാണ്, ഇച്ചിരി കൂടെ സ്പൈസിനെസ് ഉള്ളതാണ് നല്ലത്. പിന്നെ അതേപോലെ തന്നെ പെരിഞ്ജീരകവും ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രാമ്പൂ പൊടിച്ചതും നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചതും കൂടെ ആയിട്ട് അതൊക്കെ ഓരോരോ നുള്ളുകൾ മതിയായിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ കുടംപുളിയും മതി. ഒരു 3 പീസ് കുടംപുളി ഞാനതൊരു ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ കുതിരാനായിട്ട്. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ദെൻ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചത്, ഞാൻ അതും കൂടെ ചതച്ചാണ് ഇതിനകത്തോട്ട് ഇട്ടിരിക്കുന്നത്. അതും ചതച്ച് വഴന്നുകൊണ്ടിരിക്കുന്നു. പച്ചമുളക് ഇടുന്നു, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗ്രാമ്പൂൻ്റെയും പൊടി എല്ലാം കൂടെ വഴന്ന് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ പുളി എടുത്ത് വെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ അതുകൂടി ഒഴിക്കുക. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ അമ്മച്ചി ഇതൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഓർക്കുന്നത്. ഞങ്ങൾക്കൊരു നല്ല സഹായിക്കാൻ നല്ല ചേച്ചി വരും. അപ്പോൾ അമ്മച്ചിയും ആ ചേച്ചിയുമായിട്ടൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഓർക്കുന്നത്. നമ്മളിപ്പം ഇത് അടുപ്പേ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ആകും തോറും നമ്മുടെ ക്രാബിൻ്റെ നോക്കിക്കുക, അതിൻ്റെ ഷെല്ലൊക്കെ ഒരു റെഡ് കളറിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി നമ്മൾ അടുപ്പയിലിട്ടതിന് ശേഷം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി. ആവശ്യത്തിന് എരിവും പുളിയുമൊക്കെ ഉണ്ട്. ഇനി മൂടി വെച്ചത് അവിടെ നിന്ന് വേകട്ടെ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുപ്പേ വെച്ച് കഴിഞ്ഞിട്ട്. പക്ഷെ വെള്ളം പറ്റാൻ തുടങ്ങി. ഞാനപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളവും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വെള്ളം ഇത് വെന്ത് വരണമല്ലോ, നമ്മുടെ ഞണ്ടിൻ്റെ മീറ്റൊക്കെ വെന്ത് വരണമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ആവശ്യത്തിന് ഇച്ചിരി വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ഞണ്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. നല്ല എരിവും നല്ല കുടംപുളിയുടെ മണവും ഒക്കെ വരുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഷാപ്പിലെ ഒരു മണമൊക്കെ വരുന്നല്ലോ. സാജു ഷാപ്പിലൊക്കെ പോകുമായിരുന്നു പണ്ടായി. വല്ലപ്പോഴും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
റിസൾട്ട് നോക്കാം. അടിപൊളി. ആണോ? ഇതിനാണ് കുട്ടനാട്ടുകാർ കൂടെ ഉണ്ടെങ്കിൽ നല്ല ഞണ്ടുകറിയും കിട്ടും. ഈ ഞണ്ട് കറി നമുക്ക് നല്ല കപ്പ വേവിച്ചത്, നല്ല പൊറോട്ട ഒക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്.